ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട പലഹാരമായ ക്രീം ബണ്ണാണ്. ഇതുണ്ടാക്കാൻ തന്നെ വളരെ ഈസിയാണ് കേട്ടോ. ഇനി ബണ്ണ് വാങ്ങിക്കാൻ വേണ്ടി ബേക്കറി പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലോട്ട് നമുക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 240 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കാം. പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ബണ്ണ് തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ടിത് നല്ലതായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ മാവുണ്ടല്ലോ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇനി നമ്മളിത് 2 മിനിറ്റ് നേരം നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൈ ഉണ്ടല്ലോ ഒന്ന് കഴുകിയിട്ട് ഇത് കുഴയ്ക്കുകയാണെങ്കിൽ മാവ് അധികം കയ്യിലോട്ട് ഒട്ടുകയില്ല. കയ്യിലൊട്ടാതിരിക്കാൻ നമ്മളിത് ഇതുപോലെ സ്വല്പം മൈദയും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുഴിച്ചെടുക്കണം. നമ്മളിത് 2 മിനിറ്റ് നേരം നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയുണ്ടല്ലോ ഇതൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വരും. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. ഇതാ നോക്കിയാൽ നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് പുളിച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കാം. 1/2 മിനിറ്റ് നേരം ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കണം. നമ്മൾ നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. കയ്യിലോട്ട് സ്വല്പം മൈദയൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. ചപ്പാത്തിക്ക് മാവ് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വലിപ്പത്തിലെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ മുകൾ വശത്തെ മാവ് ഇതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. നല്ലതായിട്ട് ഒട്ടിച്ചെടുത്തില്ലെങ്കിൽ ആ ഭാഗം അങ്ങ് വിട്ടുപോകും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരെണ്ണം നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് വെക്കാം. ബട്ടർ പേപ്പറിൻ്റെ മുകളിലുണ്ടല്ലോ സ്വല്പം എണ്ണ ഇത് പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. നമ്മളിവിടെ 7 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് നമുക്ക് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ച് നമ്മളൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കാൻ നമ്മുടെ ഈ മാവുണ്ടല്ലോ ഒന്നുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. വെളിച്ചെണ്ണ വറുത്തെടുക്കുകയാണെങ്കിൽ ആ എണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലോ അതുപോലെയുള്ള വെജിറ്റബിൾ ഓയിൽ വേണം വറക്കാൻ. നമ്മളിത് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട് ഇളക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നോക്കിയ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും നല്ലതായിട്ട് ഇതേ രീതിയിലൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ബണ്ണൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കളറൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ.
ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ ബണ്ണും കിട്ടിയിട്ടുണ്ട്. അതാ നോക്കിക്കേ. ഇനി ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ എന്താ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന 50 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇനി ഇതുണ്ടല്ലോ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഞാൻ വിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. 2 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ബട്ടർ നമ്മൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. കൂടാതെ നമ്മളിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മളത് നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഈ ബണ്ണിന് വേണ്ട ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബണ്ണിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. ഒരു ബണ്ണെടുത്ത് ഇതുപോലെ നടുക്കൂടെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് മുറിക്കരുത് കേട്ടോ. അതുപോലെ ബണ്ണ് നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ക്രീം വെച്ച് കൊടുക്കാവൂ, അല്ലെങ്കിൽ ക്രീം അങ്ങ് ഉരുകിപ്പോവും. നമ്മളിതിലോട്ട് 1.5 ടീസ്പൂൺ ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളിതിലോട്ട് ക്രീമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതാ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് ക്രീം ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്കറി കിട്ടുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റുള്ള ബണ്ണാണ് കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ക്രീം ബണ്ണെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും കുട്ടികളൊക്കെ ക്രീം ബണ്ണ് വേണമെന്ന് പറയുകയാണെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.